ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. AK ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. കയ്യിലുണ്ടായിരുന്ന ഐറ്റങ്ങളും കാശുമൊക്കെ തീർന്ന് രണ്ടു കൂട്ടരും ഏതാണ്ട് നിരായുധരായ മട്ടായപ്പോൾ സൂപ്പർമാൻ വലിയൊരു കാർഡ്ബോർഡ് പെട്ടിയും ചുമന്നു വരുന്ന കാഴ്ച കണ്ടുണ്ടായ ആർപ്പുവിളിയിൽ അയ്യമ്പിള്ളിക്കാർ നടുങ്ങി. പക്ഷേ അത് സൂപ്പർമാൻ്റെ സൂത്രവിദ്യയായിരുന്നു. അതിലാകെ ഉണ്ടായിരുന്നത് 2 പാളിപ്പടക്കമായിരുന്നു. പാറ്റവാപ്പൻ അതിൽ നിന്നൊന്നെടുത്ത് തീ കൊടുത്തു. അയ്യമ്പിളിയിൽ നിന്ന് മറുപൊട്ടലുണ്ടായില്ല. വെല്ലുവിളികളും കളിയാക്കിപ്പാട്ടും കൂക്കിവിളിയും അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. പൊട്ടിയേ പൊട്ടിയേ, അയ്യമ്പിള്ളി പൊട്ടിയേ, ഓടിക്കോ ചാടിക്കോ, തൊട്ടിൽ പോയി ചാടിക്കോ മുതലായ പുതിയ കീർത്തനങ്ങൾ മുഴങ്ങി. അയ്യമ്പിള്ളിയിലെ തോറ്റ പോരാളികൾ മുങ്ങാനുള്ള തരം നോക്കി നിൽക്കുമ്പോൾ അവരുടെ പിന്നിൽ നിന്ന് ഒരാരവം ഉയർന്നു. നോക്കുമ്പോൾ കോയമ്പത്തൂർ പോയി സ്വർണ്ണപ്പണി ചെയ്ത് കാശുവാരുന്ന സ്വർണം രവിച്ചേട്ടൻ അവിടെ നിന്ന് ടാക്സി പിടിച്ച് ഡിക്കി നിറയെ പടക്കങ്ങളുമായി വന്നിരിക്കുകയാണ്. അതോടെ അയ്യമ്പിള്ളിക്കാരുടെ കോളാമ്പി മൈക്കിന് വീണ്ടും ജീവൻ വെച്ച് അലർച്ച തുടങ്ങി. അവിടുത്തെ വീരപോരാളികൾ ആനന്ദ നൃത്തവുമാടി. ബാക്കിയുണ്ടായിരുന്ന ഒരു പാളിപ്പടക്കത്തിന് തീ കൊടുത്ത് മൈക്ക് ഓഫാക്കി കുഴിപ്പിള്ളിയിലെ അച്ഛനടക്കമുള്ള വിരണ്ടുപോയ പോരാളികൾ കൂക്കിവിളികളുടെ അകമ്പടിയോടെ നാനാഭാഗത്തേക്കും ഓടി രക്ഷപ്പെടുന്നത് ഫൽഗു ഹതാശനായി കണ്ടുനിന്നു. മേടമാസത്തിലെ കത്തിജ്വലിക്കുന്ന കൊടുംവെയിൽ. അവധിക്കാലത്ത് പൂനിലാവായാണ് ഫൽഗുവും കൂട്ടരും കണ്ടത്. കളികളും കാഴ്ചകളും ചുറ്റിക്കറങ്ങലുകളുമൊക്കെയായി കാലം കുതിച്ചു പോവുകയായിരുന്നു. നാടും വീടും കൂട്ടുകാരെയും വിട്ടുപോകേണ്ടി വരും എന്ന ചിന്ത പക്ഷേ ബാബുവിൻ്റെ മുഖത്ത് പലപ്പോഴും കാർമേഘമായി ഉരുണ്ടുകൂടി. ബാബു പോകുമെന്നുള്ള സത്യം ഫൽഗുവിന് ഓർക്കാനാവാത്ത സങ്കടമായി. വിഷുവും പിരിവെട്ടുത്സവവും ഒക്കെ കഴിഞ്ഞപ്പോൾ കുട്ടനാട്ടിൽ നിന്ന് വലിയൊരു കെട്ടുവള്ളത്തിൽ വെള്ളമടിച്ചു വറ്റിക്കാനുള്ള എഞ്ചിനും മറ്റുമായി കൊച്ചിക്കായലിലൂടെ പുത്തൻതോട്ടിലേക്ക് അമ്മാമ്മയുടെ ഭാഷയിൽ വെള്ളം പിടുത്തക്കാരെത്തി. കുറേ പടിഞ്ഞാറോട്ട് മാറി പുത്തൻതോടിനു കുറുകെ താൽക്കാലിക ബണ്ടുണ്ടാക്കി ഇരുവശങ്ങളിൽ പെട്ടിയും പറയുമൊക്കെ ഉറപ്പിച്ച് പൊക്കാളി കൃഷിക്ക് വേണ്ടി പാടങ്ങളിലെ വെള്ളം മോട്ടറടിച്ച് വറ്റിക്കാനാണ് അവരുടെ വരവ്. അച്ഛനും കൂട്ടുപണിക്കാരുമൊക്കെ ചേർന്ന് ബണ്ട് കെട്ടാൻ തോടിനു കുറുകെ വലിയ തെങ്ങിൻ കുറ്റികൾ ഹീയത്താമ്പടി ഹീയത്ത ഹീയത്താമ്പടി ഹീയത്ത എന്ന വായ്ത്താരിയോടെ ചെളിയിൽ താഴ്ത്തുന്നത് രസമുള്ള കാഴ്ചയായിരുന്നു. അതിൽ ഷഡ്ഡി മാത്രമിട്ട കഥയിലെ ടാർസനെ പോലുള്ള ശരീരവുമായി വപ്പി ബാലൻചേട്ടനെ കണ്ട് ഫൽഗു കൊതിച്ചുപോയി. ഇതേപോലെ വേണം നമുക്കും ബോഡി ഷേപ്പ്. മോട്ടോറടിച്ച് 2 കൊച്ചു വെള്ളച്ചാട്ടങ്ങളുണ്ടാകാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്ക് കരയ്ക്ക് ചാടി വീഴാനിടയുള്ള തിരുത മീനുകളെ ചാടി പിടിക്കാൻ ചില ദിവസങ്ങളിൽ നമ്മളവിടെ ചുറ്റിപ്പറ്റി നിന്നു. ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. AK ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. വായിച്ചത് പ്രീതി ജോസഫ്.
തൊരട തൊരട തൊരട